ഏവർക്കും നമസ്കാരം. യാത്രകളെ അക്ഷരങ്ങളാക്കിയ SK പൊറ്റക്കാടിൻ്റെ മുസഫർ അഹമ്മദിൻ്റെ കോഴിക്കോട്. ഈ ദേശത്തെ ഏറ്റവും മികച്ച കലാലയങ്ങളിലൊന്നാണ് ആർട്സ് കോളേജ്. ആർട്സ് കോളേജിലേക്ക് സ്നേഹത്തോടെ ഗൗരിയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ACLF 2.0 അതിരുകൾക്കപ്പുറത്തെ പാരസ്പര്യത്തിൻ്റെ ലോകം എന്ന വിഷയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിരുകൾക്കപ്പുറത്തെ കച്ചവട കാഴ്ചകൾ നേരും കഥയും എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള സെഷനാണ് ഇവിടെ നടക്കുന്നത്. നിറയെ ടാഗുകളുണ്ട് ഗൗരിക്ക്. ഗൗരി ഒരു ട്രാവലറാണ്, കോളംനിസ്റ്റാണ്, സ്പീക്കറാണ്, ഗവേഷകയാണ്. പിന്നെ ഓൺ എ പേഴ്സണൽ നോട്ട് ഗൗരി പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ജീവിതം ആഘോഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പം ഗൗരിയെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഗൗരി യാത്ര ചെയ്യുന്ന ആളാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഒരു നിമിഷത്തിൽ ഗൗരിയുടെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു ഇഷ്ടത്തിൻ്റെ, ഈ ഒരു യാത്രയുടെ തുടക്കത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. നമസ്കാരം. ആദ്യം തന്നെ ഇത്തരത്തിലുള്ളൊരു അവസരം ഒരുക്കി തന്ന കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, എനിക്ക് എന്തുകൊണ്ടോ ഒരു യാത്രയുടെ ഒരു ജീൻ പണ്ട് തൊട്ടേ ഉണ്ട്. അത് ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ ഭയങ്കരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പണ്ട് തൊട്ടേ ഞാൻ കണ്ടിരുന്ന കാഴ്ചകൾ, എനിക്ക് കൂടുതലും ടി വിയിൽ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നതൊക്കെയും ട്രാവൽ ഡോക്യുമെൻ്ററീസും അങ്ങനത്തെ ഫുഡ് ഷോസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് തൊട്ട് തന്നെ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വലുതായി കഴിഞ്ഞാൽ യാത്ര ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു. അതും ഒറ്റയ്ക്ക്. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത വന്നു എന്നറിയില്ല. അങ്ങനെ നോക്കിക്കാണാൻ അങ്ങനെ ഒരു സോളോ ഫീമെയിൽ ട്രാവലർ ഒന്നും അന്ന് ചാനലുകളിലോ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹം ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നത് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ എൻ്റെ റൂംമേറ്റാണ് ഷേബ ചേച്ചി. എൻ്റെ ഫസ്റ്റ് ഇയറിലെ റൂംമേറ്റാണ് ഷേബ ചേച്ചി. അപ്പോൾ ഷേബ ചേച്ചിക്ക് അറിയാം, ഞാൻ വളരെ പ്രൊട്ടക്റ്റഡായിട്ട് ജീവിച്ച് ശീലിച്ചൊരു കുട്ടിയാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മകളാണ്. അപ്പം ഈ പോയിൻ്റ് A to പോയിൻ്റ് B എന്നെ അച്ഛനും അമ്മയും കൊണ്ടുവിട്ട് തന്നെയാണ് എൻ്റെ ശീലം എന്ന് പറയുന്നത്. അപ്പം ആ ശീലം, ആ ഒരു പാറ്റേണിൽ നിന്ന് മാറണം എന്ന് തന്നെ നിർബന്ധം പിടിച്ചാണ് ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയി പഠിക്കണമെന്ന് ശഠിച്ചത്. അങ്ങനെ ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെത്തി. ഇൻഡിപെൻഡൻസ് എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയുകയാണ്. നമ്മൾ പുതിയൊരു സാഹചര്യത്തിൽ നമ്മൾ കുറേ പുതിയ മനുഷ്യരുടെ കൂടെ നമ്മൾ ജീവിക്കുന്നു. പയ്യെ പയ്യെ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതികൾ കണ്ടെത്തി തുടങ്ങി, എൻ്റേതായിട്ടുള്ളൊരു ശബ്ദം കണ്ടെത്തി തുടങ്ങി. ഞാനൊരു ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ചെറിയ യാത്രകൾ ചെയ്തു തുടങ്ങി. അതായത് കാഞ്ചീപുരത്തോട്ടൊക്കെയുള്ള യാത്രകൾ. അന്ന് പെൺകുട്ടികൾ യാത്ര ചെയ്യുന്നത് ഭയങ്കര ടബുവാണ്. ഞാൻ പറഞ്ഞത് 2010-11 കാലഘട്ടമാണ്. അപ്പം നമ്മൾ തിരിച്ച് വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കള്ളം പറയും. അതായത് ഞാൻ ചെന്നൈയിൽ നുങ്കമ്പാക്കത്ത് പോയിരിക്കുകയായിരുന്നു, മോളിൽ പോയിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും. കാര്യം ഒരു മോളിൽ പോവുകയാണെന്ന് കൺവിൻസ് ചെയ്യുന്നതാണ് ഞാനൊരു യാത്ര പോവുകയാണെന്ന് പറയുന്നതിലും ഏറ്റവും എളുപ്പമായിട്ട് എനിക്കന്ന് തോന്നിക്കൊണ്ടിരുന്നത്. അങ്ങനെ കാഞ്ചീപുരത്ത് പോയി ഒരേ സ്ഥലത്ത് തന്നെ, കാര്യം നമ്മുടെ കയ്യിൽ അത്ര വലിയ പൈസയൊന്നും കാണില്ല. അപ്പം ഒരേ സ്ഥലത്ത് തന്നെ 10 വട്ടം പോവും. ഈ 10 വട്ടം പോകുമ്പോഴും എനിക്ക് യാതൊരു വിധത്തിലുള്ളൊരു ബോറടിയും തോന്നിയിട്ടില്ല. കാര്യം സ്ഥലം ഒന്നാണെങ്കിലും നമ്മൾ അപ്പോൾ കാണുന്ന മനുഷ്യരും സാഹചര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു സ്ഥലം എന്നുള്ളൊരു ബോറടി ഇല്ലാതെ എനിക്ക് തോന്നുന്നു എനിക്ക് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും വട്ടം ഞാൻ കാഞ്ചീപുരത്ത് പോയിട്ടുണ്ട്. അങ്ങനെ കാഞ്ചീപുരത്ത് തുടങ്ങി. പിന്നെ പതുക്കെ പതുക്കെ ആ ഒരു ധൈര്യം സംഭരിച്ച് മറ്റ് പല യാത്രകളും എല്ലാം 1 ഡേ ട്രിപ്പുകളിൽ ഒതുക്കിയിട്ട് തിരിച്ചു വരും. അവിടെ നിന്നാണ് എൻ്റെ യാത്രയുടെ തുടക്കം. എന്ന് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയോ, അതായത് ഞാൻ ഈ ഓൺലൈനായിട്ട് ഞാൻ ആർട്ടിക്കിൾസ് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എനിക്ക് വരുമാനം വന്ന് തുടങ്ങിയപ്പോൾ തൊട്ടാണ് എൻ്റെ യാത്ര വളരെയധികം എനിക്ക് വിപുലീകരിക്കാൻ സാധിച്ചത്. ബെന്യാമിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് ഇറങ്ങിയ പുസ്തകം മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് ഡെയ്സി എന്ന് പറയുന്ന ക്യാരക്ടർ, ആ കഥാപാത്രം തൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് സോളോ ആയിട്ടൊരു ട്രാവലിന് പോകുന്നതും ജീവിതം കുറച്ചുകൂടെ ലളിതമാണ്, കുറച്ചുകൂടെ മനോഹരമാണ് എന്ന് തിരിച്ചറിയുന്ന അങ്ങനെ ഒരു സന്ദർഭം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് ആ പുസ്തകം പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ പുതുക്കപ്പെടുന്നുണ്ട്. എത്രത്തോളം യാത്രകൾ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മൾ പുതുക്കപ്പെടും. എനിക്ക് തോന്നുന്നു ആ ഒരു യാത്രയുടെ ആഴം നമുക്കൊന്ന് അറിയണം. ഗൗരി ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്, അതേപോലെ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്?
ഞാൻ ഇന്ത്യയിൽ ഏകദേശം 22 സംസ്ഥാനങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. 10 രാജ്യങ്ങളോളം യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ യാത്ര അത്ര ബൃഹത്തായ രീതിയിൽ, അതായത് ഭയങ്കരമായ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇനിയുമുണ്ട് ഒരുപാട് ദൂരം. അപ്പോൾ ഇപ്പോൾ 22 സംസ്ഥാനങ്ങളും 10 രാജ്യങ്ങളും. ചെക്ക്. 10 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒരു കൗതുകത്തിൻ്റെ പേരിൽ ചോദിക്കാം. 10 രാജ്യങ്ങൾ: വിയറ്റ്നാം, തായ്ലൻഡ്, ലാവോസ്, നേപ്പാൾ, ബാലി, ശ്രീലങ്ക, കംബോഡിയ, പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എൻ്റെ പാസ്പോർട്ട് എടുത്ത് നോക്കേണ്ടി വരും. ഓക്കെ, ഗൗരി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഗൗരിയും ഞാനും 2009 മുതൽ 2010 മുതൽ 2011 വരെ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൻ്റെ ക്യാമ്പസിലെ മാർട്ടിൻ ഹോളിൽ ഒരേ റൂമിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് ഗൗരി വളർന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഗൗരി നാട്ടിലേക്ക് പോകണമെങ്കിൽ ഗൗരിയുടെ അച്ഛനും അമ്മയും വരണം. എവറി 2 വീക്സ് കൂടുമ്പോൾ ഗൗരിയുടെ അച്ഛനും അമ്മയും ഗൗരിയെ കാണാൻ വരും. അത്രയും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് ഇന്ന് സ്വന്തമായിട്ട് ഈ ഒരു 5 കൊല്ലം കൊണ്ട് ഇത്രയധികം സംസ്ഥാനങ്ങളും ഇത്രയധികം രാജ്യങ്ങളും കവർ ചെയ്യുന്ന ഒരു യാത്രികയായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ യാത്രകൾ തന്നെയാണ് ഗൗരിയെ ഈ രീതിയിൽ മാറ്റിയെടുത്തിരിക്കുന്നത്, ഇത്രയും ബോൾഡ് ആക്കിയിരിക്കുന്നത്. അതുപോലെ ഞാൻ ഗൗരിയുടെ റീൽസുകൾ കാണുമ്പോൾ, ഗൗരിയെ പറ്റി വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, ഗൗരിയുടെ യാത്രയിൽ ഗൗരി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഭക്ഷണമാണ്. അപ്പം ഭക്ഷണത്തെ പറ്റി ചോദിക്കാമെന്ന് തോന്നുന്നു. ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അല്ലെങ്കിൽ ആ ഒരു ഇമേജ് എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ശേവചേച്ചി പറഞ്ഞ പോലെ ഈ എൻ്റെ യാത്രയുടെ ഒരു വളരെ ഇൻറ്റഗ്രൽ പാർട്ട് ഭക്ഷണം തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10-12 ദിവസമായിരിക്കും, അല്ലെങ്കിൽ ഒരു 15 ദിവസമായിരിക്കും നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്നത്. ഈ 15 ദിവസം കൊണ്ട് ഒരു സ്ഥലം മനസ്സിലാക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ടാസ്ക് അല്ല. അപ്പം ഏകദേശം ആ സ്ഥലം കണ്ടു വന്നു എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണമെങ്കിൽ, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 3 ഘടകങ്ങളാണ് അതിനെ ആശ്രയിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒന്ന്, ചരിത്രം. ആ സ്ഥലത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആ സ്ഥലം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ആരൊക്കെ വന്നു പോയിട്ടുണ്ട്, ആരൊക്കെ കീഴടക്കിയിട്ടുണ്ട്, ആരൊക്കെ ഭരിച്ചിട്ടുണ്ട്, ഇതെല്ലാം ആ സ്ഥലത്തിനെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ ഫാക്ടറാണ് മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഓരോ സ്ഥലത്തെ, അതായത് ഓരോ 50 കിലോമീറ്റർ മാറുമ്പോഴും മനുഷ്യരുടെ പെരുമാറ്റവും അവരുടെ വിശ്വാസങ്ങളും അവരുടെ സംസ്കാരവും എല്ലാം മാറാറുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് ഭക്ഷണം. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടറിന് ഭക്ഷണത്തിനപ്പുറം ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നമുക്കൊരു പോയി ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞാണ് മിക്ക സൗഹൃദങ്ങളും തുടങ്ങാറുള്ളത്. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻ്റലിജൻസിനും അപ്പുറം ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പെട്ടെന്നൊരു വിദേശി വന്ന്, ഒരു സായിപ്പ് വന്ന് ഒരു ഉഴുന്നുവടയും ചായയും കുടിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാർക്ക് തോന്നുന്ന ഒരു കൗതുകമുണ്ട്. അതായത് നമ്മുടെ തനതായ ഒരു ഭക്ഷണം ആ വ്യക്തി ആസ്വദിക്കാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളെ അറിയാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അപ്പോൾ പലപ്പോഴും ഒരു സ്ഥലത്ത് പോയി അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മനോഹരമായ കോൺവെർസേഷൻ അവിടെ സംഭവിക്കാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അപ്പുറത്തെ ടേബിളിലിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ കടക്കാരനുമായിട്ടായിരിക്കാം. ഒരു കോൺവെർസേഷൻ ഓപ്പണറാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഈ ഭക്ഷണം വന്നതിനും ഒരുപാട് കഥകളുണ്ട്. അതായത് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഭക്ഷണത്തിന്, ഓരോ സ്ഥലത്തെ ഭക്ഷണത്തിനും വ്യത്യാസങ്ങളുമുണ്ട്, അതിനപ്പുറം ഒരുപാട് സാമ്യതകളുമുണ്ട്. അപ്പം ഇതെല്ലാം അറിയാനും ആ സ്ഥലത്തെ കൂടുതൽ പരിചയപ്പെടാനും എല്ലാം അവിടുത്തെ ഭക്ഷണം അറിയുന്നത് വളരെയധികം സഹായിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഭാഷ, അതേപോലെ സംസ്കാരം, ഭൂമി, വിശ്വാസം, ഇതൊക്കെ ഇപ്പം മനുഷ്യനെ വേർതിരിക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു രുചിയും ആഹാരവും കുറച്ചുകൂടെ മനുഷ്യനെ ഒരുമിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഫ്യൂഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എന്താണ് ഗൗരിയുടെ പ്രതികരണം? രുചിയും ആഹാരവും മനുഷ്യനെ തീർച്ചയായിട്ടും. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ഒരു ഭക്ഷണത്തിൻ്റെ ക്യാപിറ്റലായ കോഴിക്കോട് നിന്നുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, രുചിയും മനുഷ്യനും തമ്മിൽ അഭേദ്യമായൊരു ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ താല്പര്യമാണ്, പുതിയ രുചികൾ അറിയാൻ താല്പര്യമാണ്. ഒരു ഫംഗ്ഷൻ, അതിപ്പോൾ മരണമാണെങ്കിലും ശരി, ജനനമാണെങ്കിലും ശരി, കല്യാണമാണെങ്കിലും ശരി, ഭക്ഷണമില്ലാത്ത ഒരു ഫംഗ്ഷൻ നമുക്കില്ല. അത്രയധികം മനുഷ്യ സംസ്കാരവുമായിട്ട് ഭക്ഷണത്തിന് ബന്ധമുണ്ട്. ഒരു വ്യക്തിയെ നല്ല രീതിയിൽ, കോഴിക്കോട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംസ്കാരമാണ്. അതായത് നമ്മൾ ആ വീട്ടിൽ
നമ്മൾ പ്രത്യേകിച്ച് വിളിച്ചു പറയാതെ നമ്മൾ പെട്ടെന്ന് കയറി ചെല്ലുകയാണെങ്കിൽ പോലും ചായയുടെ കൂടെ ഒരു 5-6 പലഹാരം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് അത് കോഴിക്കോട് മാത്രം ഞാൻ കണ്ടിരിക്കുന്ന ഒരു സംസ്കാരമാണ്. യു ആർ വാല്യൂഡ്, അതായത് നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് വളരെ എളുപ്പം ഇൻഡിക്കേറ്റ് ചെയ്യാൻ അതിനപ്പുറം ഒരു സൈൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പലപ്പോഴും പല വീട്ടിലും ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം ചോദിക്കും, എന്നിട്ട് 10 തവണ ചോദിച്ചിട്ട് 11ാമത്തെ തവണ ആയിരിക്കും നമ്മൾ ആ ചായ കൊണ്ട് കൊടുക്കുന്നത്. പല ആളുകളുടെയും സംസ്കാരമാണ്. പക്ഷേ കോഴിക്കോട് അങ്ങനെയല്ല. കോഴിക്കോട് നമ്മൾ ഏതൊരു വീട്ടിൽ പോയാലും ശരി, എപ്പോൾ പോയാലും ശരി, നമ്മുടെ വയറ് നിറച്ചിട്ടേ, മനസ്സ് നിറച്ചിട്ടേ അവർ വിടൂ. അത് തന്നെ ഒരു ഇൻഡിക്കേഷനാണ് ഭക്ഷണവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ. കേരളത്തിൽ ഈ ഒരു നൈറ്റ് ലൈഫ് അത്ര പോപ്പുലറായി തുടങ്ങിയിട്ടില്ല. നമുക്ക് വി ഹാവ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഫുഡ് സ്ട്രീറ്റ്സ് നൈറ്റ് ലൈഫിൽ ഒരു പോയിന്റ് വരെ മാത്രം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഗൗരിയുടെ യാത്രകളിൽ റീൽസിലൊക്കെ പലപ്പോഴും ഞാൻ നൈറ്റ് മാർക്കറ്റ്സ് എന്നുള്ള വാക്കിൻ്റെ ഉപയോഗം കണ്ടിട്ടുണ്ട്. ആ നൈറ്റ് മാർക്കറ്റ്സ് അതിൻ്റെ ഒരു അനുഭവത്തെ പറ്റി ഒന്ന് പറയുമോ? ഈ നൈറ്റ് മാർക്കറ്റുകൾ കൂടുതലും സത്യം പറഞ്ഞാൽ ടൂറിസ്റ്റുകൾക്കായിട്ട് തന്നെയാണ് തുറന്നു കൊടുക്കാറുള്ളത്. അല്ലാതെ ഞാൻ പോയ പല സ്ഥലങ്ങളിലും അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമൊന്നുമല്ല നൈറ്റ് മാർക്കറ്റുകൾ എന്നത്. പക്ഷേ പോകെ അതായത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇപ്പം നമ്മൾ വിയറ്റ്നാമിൽ ഒരു ഹോച്ചിമിൻ സിറ്റിയിൽ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തൊരു മാർക്കറ്റാണ്. പോകെ അവിടുത്തെ ലോക്കലായിട്ടുള്ള മനുഷ്യരും ഇതിനോട് എക്സ്പോസ്ഡായി അവർ രാത്രി മക്കളെയും ഭാര്യയും എല്ലാം കൊണ്ട് കറങ്ങാൻ ഇറങ്ങുന്നു. ആ ഒരു സംസ്കാരത്തിലോട്ട് പിന്നീട് മാറി എന്നുള്ളതേ ഉള്ളൂ. കേരളത്തിൻ്റെ ഒരു USP എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്കിടയിൽ, അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾക്കിടയിൽ കേരളത്തിൻ്റെ USP എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്ലോ ലൈഫാണ്. അതായത് നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ ആയുർവേദം, നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുന്ന സംസ്കാരം, നമ്മുടെ ഈ പറഞ്ഞ പച്ചപ്പും ഹരിതാവയും, ഇതൊക്കെയാണ് കേരളത്തിൻ്റെ USP എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് അല്ലെങ്കിൽ മറ്റൊരു നഗരത്തിൽ ഇങ്ങനെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പി അടിച്ച് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തനതായ ആ ഒരു ഫാക്ടർ ഇല്ലാതാവുകയാണ്, നശിച്ചു പോവുകയാണ്. അതിനോട് എനിക്ക്, അതായത് കേരളത്തിൽ നൈറ്റ് മാർക്കറ്റുകൾ വന്നാൽ ടൂറിസം ഭയങ്കരമായിട്ട് അതിനെ സഹായിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിന് അതൊരു ഭയങ്കര അഡിഷൻ ആകും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടില്ല. ഗൗരി പോയ മറ്റു രാജ്യങ്ങളിൽ ഈ നൈറ്റ് മാർക്കറ്റ്സ് ഉണ്ടായിരുന്നില്ലേ? അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പീരിയൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആസ് എ ടൂറിസ്റ്റ് നമുക്ക് ഭയങ്കര, അതായത് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ മറ്റേ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിപ്പോവാണെങ്കിൽ പല റെസ്റ്റോറൻറ്റ്സ് പല റൂട്ടുകളായിട്ട് നമ്മൾ തപ്പിപ്പോവാണ്. ഒരു നൈറ്റ് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ആ സ്ഥലത്തെ തനതായ എല്ലാ ഭക്ഷണങ്ങളും തനതായ പ്രോഡക്റ്റുകളും എല്ലാം ഈ ഒരൊറ്റ സ്ഥലത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ടെന്ന്. ഈ പറഞ്ഞ പോലെ ഒരു ടൂറിസ്റ്റിന് സുവനീറായിട്ട് എടുക്കാവുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റിൽ തുടങ്ങി അവിടുത്തെ ഹാൻഡ്ലൂം പ്രോഡക്ട്സ് ആണെങ്കിലും അവിടുത്തെ ആ സ്ഥലത്തെ പ്രത്യേകതയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ സ്ഥലത്ത് കിട്ടുകയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് എനിക്കെപ്പോഴും അതൊരു ഡബിൾ എഡ്ജ്ഡ് സോഡായിട്ടേ തോന്നിയിട്ടുള്ളൂ. എനിക്കത് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് കൃത്യമായ ഉത്തരമില്ല. ഈ പറഞ്ഞ പോലെ കൺവീനിയൻസിൻ്റെ ആസ്പെക്റ്റിൽ നൈറ്റ് മാർക്കറ്റുകൾ വളരെ രസമാണ്. പക്ഷേ ആ സ്ഥലത്തെ ആഴത്തിൽ അറിയാൻ ഈ നൈറ്റ് മാർക്കറ്റുകൾ എത്രമാത്രം നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഒട്ടുമില്ല. ഇപ്പം ഭക്ഷണമാണെങ്കിൽ പോലും ഇപ്പം ആ സ്ഥലത്തെ തനതായ വ്യക്തികൾ കഴിക്കുന്ന ഭക്ഷണമല്ല അവിടെ വരുന്നത്. നമ്മൾ ടൂറിസ്റ്റുകളുടെ ടേസ്റ്റ് ബഡ്സിന് കേറ്റർ ചെയ്യുന്ന രീതിയിൽ അവരുടെ ഭക്ഷണം മാറ്റിയാണ് അവർ നമുക്ക് വിളമ്പുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തെ അറിയണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നൈറ്റ് മാർക്കറ്റുകൾ അതിനെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പ്രധാനമായിട്ട് നൈറ്റ് മാർക്കറ്റ് പോകാറുള്ളത് അവിടുത്തെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാനാണ്. ഈ ട്രേഡിൽ അല്ലെങ്കിൽ കച്ചവടത്തിൽ ഗുഡ്സും ഉണ്ട്, സർവീസസും ഉണ്ട്. നമുക്ക് അത്ര പരിചയമൊന്നുമില്ലാത്ത പല പ്രോഡക്ട്സും പല ഗുഡ്സും ഗൗരിയുടെ യാത്രകളിൽ കണ്ടതുമായി ബന്ധപ്പെട്ട് റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെയധികം കൗതുകം തോന്നുന്ന, ഇവിടെ ഒന്നും നമ്മൾ തീരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഗുഡ്സോ സർവീസസോ ഒക്കെ ഗൗരിയുടെ ഈ ഒരു യാത്രയുടെ എക്സ്പീരിയൻസസിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ? പെട്ടെന്ന് ഇപ്പോൾ ചേച്ചി ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് വിയറ്റ്നാമിലൊരു സ്നേക്ക് വില്ലേജ് ഉണ്ട്. ഒരു ചെറിയൊരു ലേമാറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു 10 കിലോമീറ്റർ വിസ്തൃതിയിലുള്ളൊരു വില്ലേജാണ്. ഈ സ്ഥലത്തെ പ്രധാന ഗുഡ്സ് ആൻഡ് സർവീസസ് ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്നേക്ക് വൈൻ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് നമ്മളെ കാണിക്കും. അതായത് ഒരു കുപ്പിക്കകത്ത് ഒരു പാമ്പിനെ മൊത്തത്തിൽ അതിൻ്റെ പത്തിയൊക്കെ വിടർത്തി, ആ ടെക്നോളജി എന്താണെന്ന് പോലും എനിക്കറിയില്ല, ആ പത്തിയെല്ലാം വിടർത്തിയ രീതിയിൽ ആ ബോട്ടിൽ ഇട്ട് വെച്ച് അവർ കച്ചവടം ചെയ്യും. റൈസ് വൈനിലാണ് ഇവരിത് ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് പാമ്പിൻ്റെ മിടിക്കുന്ന ഹൃദയം ഒറ്റ വലിക്ക്
എന്താ ഷോർട്ട് ഗ്ലാസ്സിലിട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് അത് ഭയങ്കര നല്ലതാണെന്നൊരു വിശ്വാസം ഈ ഒരു കമ്മ്യൂണിറ്റിക്കിടയിലുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ഇതിൻ്റെ ഒരു കൗതുകത്തിനായിട്ട് ഇത് വന്ന് കഴിക്കാനും അല്ലെങ്കിൽ ഈ സ്നേക്ക് വൈൻ വാങ്ങിച്ചുകൊണ്ട് പോകാനും ഒക്കെ ആയിട്ട് ഈ സ്ഥലത്ത് വരാറുണ്ട്. അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ളൊരു ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ഒരു സംഭവം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കരകൗശലം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാൻഡിക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്കപ്പുറം ഒരു സ്ഥലമില്ലാന്ന് നമുക്ക് ആണയിട്ട് പറയാൻ പറ്റും. കാരണം ഓരോ സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഓരോ ജില്ലയ്ക്കും ഓരോ പ്രദേശത്തിനും തനതായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്. നമ്മുടെ ഹാൻഡ്ലൂംസ് തന്നെ എത്ര തരത്തിലുള്ളതുണ്ട്. ഇപ്പോൾ ഭഗൽപൂരി ആണെങ്കിലും സമ്പൽപൂരി ആണെങ്കിലും ഈ മധുബനി ആണെങ്കിലും കലംകാരി ആണെങ്കിലും അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഹാൻഡിക്രാഫ്റ്റ്സും തനതായിട്ടുള്ള ഓരോ വില്ലേജിനും. ഇപ്പം രഘുരാജ്പൂർ എന്ന് പറഞ്ഞ ഒഡീഷയിൽ ഒരു വില്ലേജുണ്ട്. പട്ടചിത്ര എന്നും പറഞ്ഞ ഒരു ആർട്ട് ഫോമാണ് അവിടെ ഉള്ളത്. അതായത് നമ്മുടെ പാം ലീഫിൽ നമ്മുടെ മ്യൂറലിനോടൊക്കെ സമാനമായ രീതിയിലുള്ള പെയിൻറ്റിങ്ങുകൾ, ഹാൻഡ് പെയിൻറ്റിങ്ങുകൾ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ കലാകാരന്മാർ ചെയ്തു തരും. അതവർ ബുക്ക് മാർക്കുകളാക്കിയിട്ടുണ്ട്, വാൾ പെയിൻറ്റിങ്ങുകളാക്കിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു ആർട്ടിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയോളം മറ്റൊരു രാജ്യം വേറെ ഇല്ല ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് വാങ്ങാനായിട്ട്. ലക്നൗവിൽ ബോൺ കൊണ്ടുണ്ടാക്കുന്ന ആഭരണങ്ങൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ലേ? അതേപോലെ സർവീസസിൻ്റെ കേസിലും എനിക്ക് തോന്നുന്നു കൽക്കട്ടയിലാണെന്ന് തോന്നുന്നു പെന്നിന് വേണ്ടി മാത്രമുള്ള ഒരു ഷോപ്പ്. ആ എക്സ്പീരിയൻസുകളൊന്ന് ഷെയർ ചെയ്യുമോ? കൊൽക്കത്തയിൽ മാത്രമല്ല, എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, തൃശ്ശൂരും ഒരു പെൻ ഹോസ്പിറ്റലുണ്ട് ഇതേപോലെ തന്നെ. അതായത് ഞാൻ ഈ റീലിട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചത്, നമ്മുടെ തൃശ്ശൂരും ഇങ്ങനൊരു ഒരു വ്യക്തി ഇങ്ങനെ നടത്തുന്നുണ്ട്. എനിക്കൊന്ന് 1970 തൊട്ട് ആ മനുഷ്യൻ ഇത്തരത്തിലുള്ള പെൻ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. ഇത് പെൻ ഹോസ്പിറ്റൽ എന്നൊരു പേരിൻ്റെ ഒരു കൗതുകത്തിലാണ് ഞാൻ കൊൽക്കത്തയിൽ ആദ്യമായിട്ട് പോയപ്പോൾ ഇങ്ങോട്ടേക്ക് പോയത്. അതായത് ഒരു കൗതുകത്തിനപ്പുറം ഒരു ഭയങ്കരമായ ഒരു പാഷൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്നൊരു സ്ഥാപനമാണത്. അതായത് ഇന്നും ഫൗണ്ടൻ പെന്നുകൾ, ബോൾ പെന്നുകളും വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന പല പേനകളും മാർക്കറ്റിലുള്ളപ്പോൾ ഫൗണ്ടൻ പേനകൾ ഇഷ്ടപ്പെടുന്നൊരു കമ്മ്യൂണിറ്റി തന്നെ കൊൽക്കത്തയിൽ ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ അതായത് കൂടിപ്പോയൊരു 10-100 പേരുടെ ആവശ്യങ്ങൾ കേട്ടറിയാൻ വേണ്ടി മാത്രമാണ് ഇന്നും ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അവരത്ര സീരിയസ് ആയിട്ടാണ് ഈ ഫൗണ്ടൻ പെൻ എന്ന് പറഞ്ഞൊരു സംഭവത്തെ കാണുന്നത്. പല ബ്രാൻഡുകളിലും, അതായത് ഒരു 50 രൂപയിൽ തുടങ്ങി 50,000 രൂപയുടെ വരെ പേനകൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേനയ്ക്ക് എന്ത് വിധത്തിലുള്ള കേടുപാടുകൾ വന്നാലും ഈ വ്യക്തി അത് നന്നാക്കി കൊടുക്കാൻ തയ്യാറാണ്. അപ്പം ഇത്തരത്തിൽ നമുക്ക് പൊതുജനത്തിൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മണ്ടത്തരമായിട്ടോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതായിട്ടോ തോന്നുന്നൊരു സാധനം ഒരാൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ വോമായിട്ടുള്ളൊരു കാഴ്ചയാണത്. നാളെ ഒരു കാലത്ത് ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് അയാളുടെ മകന് ഇതിനോട് താല്പര്യം കാണുമോ എന്നുള്ളതാണ്. അയാളുടെ മരണത്തോടെ ഈ സ്ഥാപനം പൂട്ടിപ്പോകുമോ എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ടെൻഷൻ. അയാൾ തന്നെ പറയുന്നുണ്ട്, അവനത് തുറന്ന് പ്രവർത്തിപ്പിച്ചില്ലെങ്കിലും എനിക്ക് വിഷമമില്ല, എനിക്ക് മനസ്സിലാകും, കാരണം ഇതിൽ നിന്ന് വലിയ വരുമാനമൊന്നും കിട്ടാനില്ല, അവൻ രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ പോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം യാത്രയുടെ ഏറ്റവും വേദനാജനകമായ ഒരു ഭാഗമാണത്. അതായത് വളരെ പാഷനേറ്റായിട്ട് പുരാതനമായ പല കാര്യങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തികൾക്ക് ഇത് നാളെ കാലഹരണപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ അവർ ജീവിക്കേണ്ടി വരുന്നത് പ്രധാനമായിട്ടും നമ്മളെപ്പോലുള്ളവർ വേണ്ട വിധത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചേച്ചി പറഞ്ഞ ഈ ഹഡിപ്പെ നക്കാശി നമ്മുടെ ആഗ്രയിലെ ആഗ്ര ലക്നൗ ആ ഭാഗത്തുള്ളൊരു ഹാൻഡിക്രാഫ്റ്റാണത്. ഭയങ്കര, അതായത് എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ സമയവും നമ്മുടെ പ്രയത്നവും ഒക്കെ ധാരാളം വേണം. നമ്മൾ ഒട്ടകത്തിൻ്റെയോ അല്ലെങ്കിൽ കാളയുടെയോ ഒക്കെ എല്ലെടുത്തിട്ട് ഇവരേതൊക്കെയോ സൊല്യൂഷനിലിട്ട് വൃത്തിയാക്കി ശേഷം ഈ പലതരത്തിലുള്ള കത്തികളും പലതരത്തിലുള്ള കൂർത്ത മുനകളും എല്ലാം കൊണ്ട് ഇത് കാർന്നെടുത്ത് ഇതിൽ ഓരോ രൂപങ്ങൾ തയ്യാറാക്കുകയാണ്. കാണാൻ അസാധ്യ ഭംഗിയാണ്. അതായത് ബുക്ക് മാർക്കുകളും ഒക്കെ ആയിട്ട് ഇവർ ഇത് വിൽക്കുന്നുണ്ട്. ഇത്രയും മണിക്കൂറുള്ളൊരു ബുക്ക് മാർക്കിന് ഏകദേശം ഒരു 8-10 മണിക്കൂറാണ് വേണ്ടത്. പക്ഷേ ബുക്ക് മാർക്ക് അവർ വിൽക്കുന്നത് വെറും 50 രൂപയ്ക്കാണ്. കാരണം 100 രൂപയ്ക്ക് വിറ്റ ആൾക്കാർ വാങ്ങാനില്ല. ഇന്ന് ലക്നൗവിൽ 1-2 കുടുംബങ്ങൾ മാത്രമേ ഈ ഹഡിപ്പെ നക്കാശി എന്ന് പറഞ്ഞ ഈ ഒരു വർക്ക് ചെയ്യുന്നുള്ളൂ. ഈ എല്ലിൽ ഇവർ ഉണ്ടാക്കാത്ത കാര്യങ്ങളില്ല. ചെസ് ബോർഡുകൾ ഉണ്ടാക്കാറുണ്ട്, പെൻ സ്റ്റാൻഡുകൾ ഉണ്ടാക്കാറുണ്ട്, മാലകൾ, വളകൾ, കമ്മലുകൾ. പക്ഷേ ഇതൊന്നും എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നതിനെ പറ്റി ഒരു വലിയ ധാരണ ഇവർക്കില്ല. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണ ഇവർക്കില്ലാത്തത് കൊണ്ട് തന്നെ ഈ കല പതുക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിൽ കാലഹരണപ്പെട്ടു പോകുന്നത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നും.
ഈ ബാർട്ടർ സിസ്റ്റം ശരിക്കും ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഏടുകളൊന്നും തന്നെ ഇപ്പം ഇല്ല എന്നായിരുന്നു ഞാൻ ശരിക്കും ധരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു കണ്ണൂരൊരു കടയുണ്ട്, ഒരു ഷോപ്പുണ്ട്, അവിടെ നമുക്ക് തേങ്ങ കൊടുത്തിട്ട് പകരം ഭക്ഷണം കഴിക്കാൻ പറ്റും. ഗൗരിയുടെ യാത്ര എനിക്ക് തോന്നുന്നു യു ഹാവ് മെറ്റ് ഗ്രൂപ്പ്, ഒരു ട്രൈബൽ മാർക്കറ്റിലെത്തിയപ്പം അവിടെ ബാർട്ടർ സിസ്റ്റം ഇപ്പോഴും ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു കോമൻറ്റ് ഗൗരി അതിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുമോ? ഇത് നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെയും ഒഡീഷയുടെയും ബോർഡറിലുള്ളൊരു വില്ലേജാണ്. ഒനുക്കുടലി എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. ഇവിടെ കൂടുതലും ട്രൈബുകളാണ് താമസിക്കുന്നത് ഈ ഒരു ഒനുക്കുടലി വില്ലേജിൻ്റെ പരിസരത്ത്. അപ്പോൾ എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ ഇവിടെ ഒരു മാർക്കറ്റ് നടക്കും. ഈ മാർക്കറ്റ് ഇത് സത്യം പറഞ്ഞാൽ ഒനുക്കുടലിയിലുണ്ട്, നമ്മുടെ ജാർഖണ്ഡിലുണ്ട്, ഒരുപാട് ഇങ്ങനത്തെ ബാർട്ടർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന മാർക്കറ്റുകളുണ്ട്. അപ്പം അവിടെ ചിലർ അന്ന് പിടിച്ച മീനും കൊണ്ടുവരും, ചിലർ മുളങ്കൂമ്പുകളും കൊണ്ടുവരും. ഇവരുടെ പാചകത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് മുളങ്കൂമ്പുകൾ. പിന്നെ ചിലർ കള്ളും കൊണ്ടുവരും. അപ്പം ഇതെല്ലാം വെച്ച് ഇവരുടെ ഇടയിൽ തന്നെയാണ് കൂടുതലും ഈ കച്ചവടം നടക്കുന്നത്. നല്ല ഫ്രഷ് പ്രൊഡ്യൂസുകളായിരിക്കും, പച്ചക്കറി കാണും, എല്ലാം ഇവരുടെ ഇടയിൽ നിന്ന്. അതായത് ഞാനൊരു 6 മുളങ്കൂമ്പ് തരാം, എനിക്ക് ഒരു പറ അരി തരണം. ഇത്തരത്തിലുള്ള കച്ചവടം ഇവർ തമ്മിൽ ഇന്നും നടന്നു പോകാറുണ്ട്. സമൂഹവുമായിട്ട് വളരെയധികം ബന്ധം പുലർത്താൻ ആഗ്രഹിക്കാത്ത കുറച്ച് ട്രൈബുകളാണ് അവർ ടൗണിലൊക്കെ പോകാറുണ്ട്, വരാറുണ്ട്. എന്നിരുന്നാൽ പോലും അവരുടെ ഇടയിൽ ഇത് നിന്നു പോകാനാണ്, അവരുടെ ഇടയിൽ ഈ ട്രാൻസാക്ഷൻ നിൽക്കുന്നതാണ് അവർക്കും താല്പര്യമുള്ളത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന നമ്മുടെ മനസ്സിലെ ഒരു ട്രൈബ് അല്ലെങ്കിൽ പൊതുസമൂഹവുമായിട്ട് ബന്ധമില്ലാത്ത ട്രൈബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിത്രങ്ങളുണ്ട്. അത് നമ്മളുടെ മീഡിയയുടെയൊക്കെ ഒരു മിസ്ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ട് വന്നു പോകുന്നതാണ്. നമ്മൾ സിനിമകളിലും ഒക്കെ കാണുന്നതാണെങ്കിലും ഇപ്പം ബാംബു ബോയ്സ് പോലത്തെ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഗോത്രവർഗ്ഗങ്ങളൊക്കെ ആയിട്ടാണ് പലരും ചിത്രീകരിക്കാറുള്ളത്. പക്ഷേ ഇതിനെല്ലാം അപ്പുറം അവനവൻ്റെ ഒരു ചുറ്റുപാടിൽ അല്ലെങ്കിൽ അവനവൻ്റെ ആ ഒരു ചെറിയ ലോകത്ത് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് കൊണ്ട് അവർ തെറ്റായൊരു ജീവിതശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സ്ത്രീകൾ അവിടെ വളരെ മേട്രിയാർക്കലായ ഒരു സൊസൈറ്റിയാണ്. കൂടുതലും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സൊസൈറ്റിയാണത്. സ്ത്രീകളാണ് കൂടുതലും കച്ചവടത്തിന് എത്തുന്നത്. അപ്പം വളരെയധികം എനിക്ക് ഐ ഓപ്പണിംഗ് ആയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒനുക്കുടലി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒരു പക്ഷേ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പലപ്പോഴും താവുമായിട്ട് കാണുന്ന അല്ലെങ്കിൽ തെറ്റായി കാണുന്ന പല പ്രോഡക്ട്സും പല രാജ്യങ്ങളിലും സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അത് ഐ ഡോണ്ട് വെദർ ഇറ്റ് ഈസ് ലീഗൽ ഓർ നോട്ട്. ആ എക്സ്പീരിയൻസുകളൊന്ന് പറയോ? ഇപ്പം തായ്ലൻഡിൽ പോയവർക്കറിയാമായിരിക്കും, നമ്മുടെ തട്ടുകടകളിൽ കിട്ടുന്ന പോലെയാണ് അവിടെ കാനബിസ് കിട്ടുന്നത്, കഞ്ചാവ് കിട്ടുന്നത്. അതേപോലെ നമ്മളുടെ UP, രാജസ്ഥാൻ അങ്ങനെ ചില ഭാഗങ്ങളിലായിട്ട് ഭാങ് കഞ്ചാവല്ല, മറ്റൊരു പ്രോഡക്റ്റാണ്. അവിടെ പല അമ്പലങ്ങളിലെയും പ്രസാദമാണ്. ഹിമാചലിലൊക്കെ പല അമ്പലങ്ങളിലും പ്രസാദമാണ് ഇതിൻ്റെ ഭാങ്ങിൻ്റെ ഭാങ് അരച്ച് കൊടുക്കുന്നതുമെല്ലാം. വാരാണസിയിൽ ഭഗവാന്റെ നേദ്യത്തിനൊപ്പം വെക്കുന്ന ഒരു സംഭവമാണ് ഭാങ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഓരോ സ്ഥലത്തെ വിശ്വാസങ്ങളും അവിടുത്തെ ജീവിതശൈലിയും അനുസരിച്ച് തെറ്റല്ലാതാകുന്നു എന്നുള്ളത്. എനിക്ക് തോന്നുന്നു തെറ്റും ശരിയും എപ്പോഴും നിർണ്ണയിക്കുന്നത് ആ സ്ഥലത്തെ മനുഷ്യർ ജീവിച്ചു വന്നിരിക്കുന്ന ഒരു ജീവിത സാഹചര്യമാണ്. അത് ഭയങ്കര എനിക്ക് എപ്പോഴും ഫണ്ണിയായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. നമുക്കെപ്പോഴും അപ്പുറത്തെ സൈഡിലോട്ട് വിരൽ ചൂണ്ടാൻ നമുക്ക് ഭയങ്കര ത്വരയാണ്. ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസിനെ കുറ്റം പറയും, നോർത്ത് ഇന്ത്യൻസ് സൗത്ത് ഇന്ത്യൻസിനെ കുറ്റം പറയും, അവരെന്നിട്ട് നോർത്ത് ഈസ്റ്റ് ഇന്ത്യൻസിനെ കുറ്റം പറയും. നമ്മളെല്ലാം ഒന്നാണ്. ഇപ്പം നമ്മൾ രാജ്യമെടുത്താലും, ഇപ്പം ഇന്ത്യ എന്ന രാജ്യമെടുത്താലും ശരി, നമ്മൾ ഇൻ്റർനാഷണലായിട്ട് ചിന്തിച്ചാലും ശരി, അൾട്ടിമേറ്റ്ലി മനുഷ്യരൊന്നാണ്. അയ്യോ അവർ പട്ടിയുടെ ഇറച്ചി തിന്നുന്നില്ലേ എന്ന് പറഞ്ഞ് നാഗാലാൻഡുകാരെ കളിയാക്കാറുണ്ട്. അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അവരുടെ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് വന്നൊരു ഭക്ഷണ രീതിയായിരിക്കും. ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല, പൊട്ടിപ്പുറപ്പെടുന്നതല്ല. വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഭക്ഷണ രീതി ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ആകെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു യാത്ര പുറപ്പെടുമ്പോൾ മുൻവിധികളില്ലാതെ ഒരു കാര്യത്തെ സമീപിക്കുക എന്നുള്ളതാണ്. നമുക്ക് വ്യക്തമായ അഭിപ്രായം അതിനെ വെച്ചുണ്ടാകും. പക്ഷേ ആ അഭിപ്രായങ്ങൾക്കപ്പുറം മുൻവിധികളില്ലാതെ ഈ സ്ഥലം ഇങ്ങനെ ആയതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടെന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ യാത്ര എന്നൊരു പ്രോസസ്സ് കൊണ്ടൊരു പ്രയോജനമുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കച്ചവടം ലാഭത്തിന് വേണ്ടി ആകുമ്പോൾ പലപ്പോഴും നിയമങ്ങൾ അവിടെ നോക്കുകുത്തികളാവും. അതേപോലെ തന്നെ മനുഷ്യർ ചൂഷണം ചെയ്യപ്പെടും, വലിയ ദുരന്തങ്ങളുണ്ടാവും. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റിയാണ്. ഒരു 2 വർഷം മുന്നേ യഷ്രാജ് ഫിലിംസിൻ്റെ ബാനറിൽ നെറ്റ്ഫ്ലിക്സിൽ
ദ റെയിൽവേ മെൻ എന്ന് പറഞ്ഞ് 4 എപ്പിസോഡ് മാത്രമുള്ളൊരു ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ ആ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ വലിയ ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാനായിട്ട് ഇടപെടൽ നടത്തിയ റെയിൽവേ പറ്റിയായിരുന്നു. പക്ഷേ എന്നാലും ആഫ്റ്റർ ലോങ് ടൈം ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയെ പറ്റി ഒരു ഡിസ്കഷനൊക്കെ അന്ന് വന്നു. അപ്പോൾ ഗൗരിയുടെ യാത്രയിൽ എന്താന്നേലും ഈ ഒരു ഭോപ്പാൽ മധ്യപ്രദേശ് ഒരു സ്ഥലമായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോഴും ഒരു പക്ഷേ അതിൻ്റെ റിമെയിൻസ്, അതിൻ്റെ വേദനകൾ, നിഴലുകൾ ഇപ്പോഴും ഭോപ്പാലിൽ ഉണ്ടാവും. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. ഞാൻ മധ്യപ്രദേശിലോട്ടുള്ള യാത്ര പ്ലാൻ ചെയ്തപ്പോൾ എനിക്ക് നിർബന്ധമായിട്ടും എനിക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ ഭോപ്പാൽ ഗ്യാസ് ദുരന്തം നടന്ന സ്ഥലം എന്ന് പറയുന്നത്. 1984 ഈ ഗ്യാസ് ദുരന്തം നടക്കുന്നത്. സോഷ്യൽ സയൻസിലെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു പേജിൽ ഇത് വായിച്ചപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കയറി പറ്റിയൊരു സ്ഥലമാണിത്. ഇന്ത്യ എന്നല്ല, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വ്യാവസായിക ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. സർക്കാർ കണക്ക് പ്രകാരം 2500 പേരെ മരിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ അനൗദ്യോഗികമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പം മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, 25,000-ത്തിനടുത്താണ് മരണം സംഭവിച്ചത്. ഈ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ ഈ വിഷവാതകം സൂക്ഷിച്ചിരുന്ന ടാങ്ക്, അതിന് ചോർച്ച വന്നിട്ടാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. ഈ ദുരന്തം സംഭവിക്കുന്നതിന് മാസങ്ങൾക്ക് മുൻപ് അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ലോക്കലായിട്ടുള്ള മാധ്യമപ്രവർത്തകരും എല്ലാം ഇതിനെക്കുറിച്ച് ന്യൂസായിട്ട് പറയുന്നുണ്ടായിരുന്നു. അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ്റിന് പരാതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കമ്പനി അതിനെ വെച്ച് യാതൊരു വിധത്തിലുള്ള അത് തടയാനുള്ള ഒരു മാർഗവും സ്വീകരിച്ചില്ല. അപ്പം വേണമെന്ന് വെച്ചിരുന്നെങ്കിൽ, അവിടുത്തെ മനുഷ്യർ പറയുന്നതിന് ചെവി കൊടുത്തിരുന്നെങ്കിൽ, സർക്കാരോ അല്ലെങ്കിൽ കമ്പനിയോ അതിന് ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യരോ ചെവി കൊടുത്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മഹാദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ പല ദുരന്തങ്ങളും കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, ഇത് ഒഴിവാക്കാമായിരുന്നതാണ്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തുകൊണ്ട് ആരും ഇതിന് ശ്രദ്ധ കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു തോന്നൽ ഉണ്ടാക്കുന്ന പല ദുരന്തങ്ങളുടെ പട്ടികയിൽ പെടുത്താവുന്ന ഒന്നാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത്. ഇപ്പം അതൊരു പ്രേത നഗരം പോലാണ് നിൽക്കുന്നത്. ആ ഫാക്ടറി ഇങ്ങനെ തുരുമ്പ് പിടിച്ച് ആരും കയറാതെ അവിടെ നിൽപ്പുണ്ട്. നമ്മൾ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഞാൻ അകത്ത് കയറിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ 2 പേര്, അതിൽ ഒരാൾക്ക് പല്ല് മുഴുവനില്ല. അപ്പം ചെറുപ്പക്കാരനാണ്, പക്ഷേ പല്ല് മുഴുവൻ കൊഴിഞ്ഞ അവസ്ഥയിലാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത്, ഇവിടെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇന്നും ഉണ്ടാകാറുണ്ട്. പലർക്കും വന്ധ്യത ഉണ്ട്, പലർക്കും മാനസികമായിട്ട് വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്, ശാരീരിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. ഈ 84-ൽ സംഭവിച്ചൊരു കാര്യത്തിന് ഇന്നും പിഴയടച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മനുഷ്യർ. ഇനിയും വരും തലമുറകൾക്കും ഇനിയും ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പം ഇവിടെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ എപ്പോഴും അലയടിക്കുന്നൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് ഒഴിവാക്കാമായിരുന്നല്ലോ എന്നുള്ളതാണ്. കുറേ മനുഷ്യർ എപ്പോഴും ഈ ഒരു സിസ്റ്റത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളുടെ അനാസ്ഥ മൂലം അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള മനുഷ്യരുമാണ്. അപ്പം ചേച്ചി പറഞ്ഞ പോലെ റെയിൽവേ മെൻ എന്ന് പറഞ്ഞ ഇതിൽ സൂചിപ്പിക്കുന്ന പോലെ ഖുലാം എന്നും പറഞ്ഞ അതിലെ പ്രധാനിയായ സ്റ്റേഷൻ മാസ്റ്റർ, അദ്ദേഹം കാരണം ഒരുപാട് മനുഷ്യരുടെ ജീവിതമാണ് രക്ഷപ്പെട്ടു പോയത്. ഈ മനുഷ്യൻ അന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിലിരിക്കുകയാണ്. വെളിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹം അറിയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ശ്വാസം മുട്ടുകയും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ സ്റ്റേഷനിൽ ആ സമയത്ത് വന്ന ട്രെയിനുകളെ ഇദ്ദേഹത്തിൻ്റെ റിസ്കിൽ, മേലധികാരികളോടൊന്നും ചോദിക്കാതെ ഇദ്ദേഹത്തിൻ്റെ റിസ്കിൽ ഇദ്ദേഹം പറഞ്ഞു വിടുകയായിരുന്നു. അതായത് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുകയായിരുന്നു. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ മരണത്തിൻ്റെ മരിക്കപ്പെടുന്നവരുടെ എണ്ണം ഈ 2500 ഔദ്യോഗിക കണക്കായ 2500 നിൽക്കത്തില്ല, 10,000-ങ്ങളായേനെ. 10,000-ങ്ങളാണ്, അത് പുറത്ത് വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മരണനിരക്ക് പിന്നെയും കൂടിയേനെ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്ന, അദ്ദേഹം ഈ വിഷവാതകം ശ്വസിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം ത്രോട്ട് ക്യാൻസർ വന്നാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് യാതൊരു വിധത്തിലുള്ള സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അന്നത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല, പിന്നീട് വന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ മകൻ ഈ ദുരന്തത്തിൽ മരിച്ചു. 4 വയസ്സുള്ള കുഞ്ഞ് ഈ വിഷവാതകം ശ്വസിച്ച് അന്ന് മരിച്ച ഒരു കുട്ടിയാണ്. അപ്പം ഇവിടെ ആ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം അവിടെ ഒരു പ്രതിമ ഇതിനെ കമമറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നല്ലാതെ അതിനപ്പുറം അവിടുത്തെ മനുഷ്യർക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യം, അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു വെൻ വി ഡു ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിൽ പ്രോഫിറ്റ് ഡെഫിനറ്റ്ലി ഒരു ഘടകമാണ്. പക്ഷേ അതിൽ നിന്നൊരു ഹ്യൂമൻ ടച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഇനിയാണെങ്കിലും ആവർത്തിക്കും. തീർച്ചയായിട്ടും
ബ്ലസ്സി സംവിധാനം ചെയ്ത കൽക്കട്ട ന്യൂസ് എന്നൊരു സിനിമയുണ്ട്. അതേപോലെ 2022 23 എനിക്ക് ഓർമ്മയില്ല, ആലിയ ഭട്ടിൻ്റെ നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഗംഗൂബായ് കത്തിയാബാടി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ഈ 2 സിനിമകളും ഡീൽ ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പലപ്പോഴും താല്പര്യപ്പെടാത്ത ഫ്ലഷ് ട്രേഡിനെ പറ്റിയാണ്. ഒത്തിരി വേദന നൽകുന്ന ഒരു കാഴ്ചകളാണ് ആ 2 സിനിമയ്ക്കകത്തും ഉണ്ടായിരുന്നത്. എനിക്ക് കൽക്കട്ട ന്യൂസ് രണ്ടാമത് ഒരിക്കൽ കൂടെ കാണാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഗംഗൂബായിക്കകത്താണെങ്കിൽ പോലും അവരനുഭവിക്കുന്ന ടോർച്ചർ കാണുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് ആ സിനിമ കാണാനായിട്ടുള്ള ഒരു ധൈര്യമില്ല. നമുക്ക് കേരളത്തിൽ ഒരു പക്ഷേ അങ്ങനത്തെ ഇമേജസും ഒക്കെ നമുക്ക് അധികം കാണാൻ ഒരു പക്ഷേ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ കൽക്കട്ടയിലാണെങ്കിലും മുംബൈയിലാണെങ്കിലും അതിന് കൃത്യമായിട്ടുള്ള ഇമേജസ് ഇപ്പോഴും അവിടെയുണ്ട്. ഒരുപാട് വേദന നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ബട്ട് സ്റ്റിൽ അവിടെ ഞാൻ ഉപയോഗിച്ച വാക്ക് അത് ഫ്ലഷ് ട്രേഡ് തന്നെയാണ്. ആ സ്ഥലങ്ങളിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്. ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഈ ഫ്ലഷ് ട്രേഡ് എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ പോംപേ സിവിലൈസേഷൻ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പോംപേ നഗരത്തിൽ വരെ ബ്രോത്തലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയും വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡ് പ്രൊഫഷൻസ് ആണെന്നാണ് പറയപ്പെടുന്നത് ഈ വേശ്യാവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാമാത്തിപുരയിലും അല്ലെങ്കിൽ സോനാഗാച്ചി, കൊൽക്കത്തയിലെ സോനാഗാച്ചിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ അനുഭവിക്കുന്ന ചൂഷണങ്ങളാണ്. അതായത് പലരും അവരുടെ സമ്മതമില്ലാതെ അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഈ ഒരു ട്രേഡിലോട്ട് കൊണ്ടുവന്നവരാണ് അവിടെ താമസിക്കുന്ന മിക്കവരും എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വളരെയധികം ഫിസിക്കൽ അബ്യൂസ് ഇവരിൽ പലരും നേരിടാറുണ്ട്. അതിനെ വേണ്ട വിധത്തിൽ തടയാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അധികാരവർഗത്തിൽ നിന്ന് ഇവർ ധാരാളം ചൂഷണങ്ങൾ അനുഭവിക്കാറുണ്ട്. സോനാഗച്ചിയിൽ നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടുത്തെ ലോക്കൽ ട്രെയിനുകളിൽ സ്ത്രീകൾ 100 കണക്കിന് സ്ത്രീകളാണ്. അതായത് രാവിലെ പോയിട്ട് വൈകുന്നേരം രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിൽ ഇതിനെ ഒരു ജോലിയായിട്ട് കാണുന്ന സ്ത്രീകൾ ധാരാളമായിട്ടുണ്ട്. അവരുടെ വീട്ടുകാർക്ക് അറിയില്ല അവർ ഈ തൊഴിലാണ് എടുക്കുന്നതെന്നുള്ളത്. ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടൊരു സ്ത്രീ, അവർ ഈ പ്രൊഫഷനിലോട്ട് ഇറങ്ങിയിട്ട് അവർക്കൊരു 3 മാസമേ ആകുന്നുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവരുടെ അച്ഛൻ ബെഡ് റിഡൺ ആണ്, അച്ഛൻ്റെ ഒരു സർജറി ഉണ്ട്. ഇപ്പോൾ ഈ സർജറി കഴിഞ്ഞാൽ ഞാൻ ഈ ജോലി നിർത്തും എന്നുള്ള രീതിയിലാണ് അവർ അന്ന് എന്നോട് സംസാരിച്ചത്. പക്ഷേ ഈ അവർക്ക് കിട്ടുന്ന വേതനം അല്ലെങ്കിൽ ഇതിന് പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഒട്ടും, അതായത് നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശരി ഈ ഒരു തൊഴിൽ നമുക്ക് തെറ്റാണിത് ഉന്മൂലനം ചെയ്യണമെന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ മിനിമം ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ട വിധത്തിലുള്ള സംരക്ഷണവും അവർക്ക് വേണ്ട വിധത്തിലുള്ള വേതനവും നൽകാനെങ്കിലും സിസ്റ്റത്തിന് സഹായിക്കണം. ലാസ് വേഗാസ് പോലത്തെ സ്ഥലങ്ങളിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ലീഗലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിർബന്ധമായിട്ടും സർക്കാർ തന്നെ 3 മാസം കൂടുമ്പോൾ STD ടെസ്റ്റുകൾ നടത്തും, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിൻ്റെ ടെസ്റ്റുകൾ നടത്തും. അവരുടെ ആരോഗ്യത്തെ വെച്ച് അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, കൗൺസിലിംഗ് ഉണ്ട്, മാനസിക നില എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. വ്യക്തമായ പേ ഉണ്ട് അവർക്ക്, അതായത് മണിക്കൂറിന് ഇത്ര അവർക്ക് കൊടുത്തിരിക്കണമെന്ന് നിർബന്ധമായിട്ടും ഉണ്ട്. ഇതൊന്നുമില്ലാതെ വളരെ അൺഫെയർ ആയിട്ടുള്ളൊരു ട്രേഡാണ് ഇവിടെ നടന്നു പോകുന്നത്. മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ കാമാത്തിപുരയ്ക്ക് ഒരു അതിജീവനത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട്. കാമാത്തിപുര ഒരു കാലത്ത് 2000-2500ഓളം വേശ്യകളുണ്ടായിരുന്നൊരു സ്ഥലമാണ്, സെക്സ് വർക്കേഴ്സ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. അതെല്ലാം മാറി ഇപ്പം വളരെ കുറച്ച് പേരെ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്നുള്ളൂ. അതായത് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരുപാട് പേരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാൻ NGOകൾക്ക് സാധിച്ചു. അതെ, അവരെ പുനരധിവസിപ്പിക്കാനും സാധിച്ചു. അവർക്ക് വേണ്ട വിധത്തിലുള്ള സാമ്പത്തിക സഹായം നൽകി അവർക്ക് ഏതെങ്കിലും ഒരു സ്കില്ല്, തയ്യലാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെരുപ്പുണ്ടാക്കുക, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു സ്കില്ല് അവർക്ക് നേടിക്കൊടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള വരുമാനം കണ്ടെത്തി കൊടുക്കാൻ അവിടുത്തെ NGOകൾക്ക് സാധിച്ചിട്ടുണ്ട്. അവരുടെ കുട്ടികളെ സ്കൂളുകളിൽ അയക്കാൻ NGOകൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ കൺസെൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ലാതെ ഇത്തരത്തിലുള്ളൊരു കാര്യത്തിലോട്ട് നിർബന്ധിക്കപ്പെടുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അവിടെ നിന്ന് മോചിപ്പിക്കപ്പെടാനുള്ള എല്ലാ എഫേർട്ടും എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെയും സിസ്റ്റത്തിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ രീതിയിലൊരു സർവൈവൽ അല്ലെങ്കിൽ ഒരു മാറ്റം ഇപ്പോഴും ബംഗാളിൽ കൃത്യമായിട്ട് എത്തിയിട്ടില്ല. ഇല്ല, അത് ഗവൺമെൻറ് മിഷണറിയുടെ പ്രശ്നം തന്നെ അഭാവം അല്ലെങ്കിൽ അവരുടെ ഇടപെടലിൻ്റെ കുറവ് കൊണ്ട് തന്നെ ആവാം അല്ലേ? അത് മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഒരു
ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലഷ് മാർക്കറ്റുകളിലൊന്നാണ് സോനാഗാച്ചി എന്ന് പറയുന്നത്. സോനാഗാച്ചിയുടെ ഏരിയ അത്രയധികം വലുതാണ്. നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ കാമാത്തിപുരയും സോനാഗാച്ചിയും കാണുമ്പോഴാണ് അതിലെ അന്തരം നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത്. ഒരു 10 കാമാത്തിപുര ആയിരിക്കും ഒരു സോനാഗാച്ചി എന്ന് പറയുന്നത്. ഓരോ ഊട് വഴികളിലും ഇടുക്കുകളിലും ധാരാളമായിട്ട് നമുക്ക് സെക്സ് വർക്കേഴ്സിനെ കാണാൻ സാധിക്കും. ഇവരൊക്കെ 50-100 രൂപയ്ക്കൊക്കെയാണ് ഈ ഒരു ജോലിക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. പലർക്കും ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്നോ, അല്ലെങ്കിൽ പലരും ഇതൊരു മെൻ്റൽ കണ്ടീഷനിങ്ങിൻ്റെയും കൂടെ ഭാഗമാണ്. അതായത് രക്ഷപ്പെടാൻ സാധിക്കും എന്നവർ വിശ്വസിക്കുന്നില്ല. ഈ ഒരു ജന്മം എടുത്തത് അത് ഇങ്ങനെ തീർന്നു പോകട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവിടെ കൂടുതലും ഉള്ളത് പ്രായമായ സ്ത്രീകളെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. പോപ്പുലേഷൻ ഭയങ്കരമായിട്ടുണ്ട് അവരുടെ. അപ്പോൾ ഇനി ഞാൻ എങ്ങനെ പണം നേടാനാണെന്നുള്ള രീതിയിൽ നിൽക്കുന്നവരുണ്ട്. സോനാഗാച്ചിയെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഹെർക്യൂലിയൻ ടാസ്ക്കാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അത് സംഭവിക്കാത്തത്. പിന്നെ വ്യക്തികളും അല്ലായിരിക്കാം, എനിക്ക് അറിയില്ല. എന്തായാലും അതൊരു സോനാഗാച്ചിയെ പുനരധിവസിപ്പിക്കാനുള്ള എഫേർട്ടുകൾ സർക്കാരിൻ്റെ ഒന്നും ഉണ്ടാകുന്നില്ല. എൻ ജി ഒകളുടെ പ്രസൻസും കാമാത്തിപുരയുടെ അത്രയും എനിക്ക് സോനാഗാച്ചിയിൽ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പയ്യെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു. ആൾ മലയാളിയാണ്. ആൾ സോനാഗാച്ചിയിൽ ഒരു എൻ ജി ഒയിൽ പ്രവർത്തിക്കുകയാണ്. അപ്പം സരസ്വതി പൂജ വന്ന സമയത്ത് ആദ്യമായിട്ട് സോനാഗാച്ചിയിൽ അവരൊരു പന്തൽ ഒരുക്കി. പൊതുവേ സോനാഗാച്ചിയിൽ അങ്ങനെ പന്തലുകൾ ഒരുങ്ങാറില്ല. സോനാഗാച്ചിയുടെ അവിടുത്തെ വേശ്യാസ്ത്രീയുടെ വീടിൻ്റെ പടിക്കലുള്ള മണ്ണും കൂടെ ചേർത്ത് കുഴച്ചാണ് അവരുടെ പ്രതിമകൾ, ദുർഗാദേവിയുടെ പ്രതിമകൾ ഉണ്ടാക്കുന്നതെങ്കിൽ പോലും വേശ്യാസ്ത്രീകളോടൊരു ഭയങ്കരമായൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നൊരു സമൂഹമാണ് കൊൽക്കത്തയുടേത്. പക്ഷേ കാര്യങ്ങളെല്ലാം പതുക്കെ മാറി. അവിടെയും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകൾ പതുക്കെ ചെറിയ ബാച്ചുകളായിട്ടാണെങ്കിലും പുനരധിവസിക്കപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ ഒരു നവരാത്രി സമയത്ത് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കുമ്പോൾ അതിൽ കുഴയ്ക്കുന്ന മണ്ണിൽ ഈ സോനാഗാച്ചിയിലെ ഒരു സ്ത്രീ കൊടുക്കുന്ന മണ്ണ് വേണം. ആ രീതിയിലൊരു സിസ്റ്റം ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോൾ അതായത് എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടതിന് കൂടുതൽ ഇതും കച്ചവടവൽക്കരിക്കപ്പെട്ടു എന്നാണ് പറയേണ്ടത്. മുൻപ് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ പിന്നിലുള്ളൊരു മിത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അയാളുടെ പുണ്യ പാപങ്ങളുടെ എല്ലാ ചുമടുകളും വേശ്യാസ്ത്രീയുടെ വാതിൽപ്പടിക്കൽ വെച്ചിട്ടാണ്, അയാളുടെ വേർച്യൂസ് അല്ലെങ്കിൽ അയാളുടെ സോക്കോൾഡ് മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം പുറത്ത് വെച്ചിട്ടാണ് ഒരു വേശ്യാസ്ത്രീയുടെ വീടിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഈ മണ്ണിൽ അയാളുടെ എല്ലാ പുണ്യങ്ങളും കലർന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ പുണ്യമാട്ടി എന്നാണ് ഈ മണ്ണ് അറിയപ്പെട്ടിരുന്നത് തന്നെ. ഈ മണ്ണും കൂടെ കുഴച്ചാണ് ദേവിയുടെ വിഗ്രഹങ്ങൾ അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ദുർഗാമായുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കുമാർത്തുലി എന്നാണ്. ഈ കുമാർത്തുലിയിൽ ഇപ്പം നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ പുണ്യമാട്ടി പാക്കറ്റുകളായിട്ട് വിൽക്കുന്നുണ്ട്. അതായത് 100 രൂപ പാക്കറ്റുകൾ, 50 രൂപ പാക്കറ്റുകൾ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം മെനക്കെട്ട് അവിടം വരെ ഒന്നും പോയി മണ്ണെടുക്കാനുള്ള ആവേശമൊന്നും ആർക്കുമില്ല. ഈ വിശ്വാസം സംരക്ഷിക്കാനുള്ള ആവേശവും ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ ഈ പുണ്യമാട്ടി എന്ന് പറഞ്ഞ് വിൽക്കുന്നത് ഹൂഗ്ലിയിലെ ഏതെങ്കിലും ഒരു തീരത്തെ മണ്ണും ആകാം, അറിയില്ല. അപ്പം ഇപ്പം പഴയ രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോകുന്ന 1-2 വ്യക്തികളേ ഉള്ളൂ. അല്ലാതെ മിക്കവരും ഈ പറഞ്ഞ പുണ്യമായിട്ട് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച് മണ്ണ് കുഴയ്ക്കുന്നവരാണ്. അപ്പോൾ അതിലും കൃത്യമായിട്ട് കച്ചവടം കലർന്നു കഴിഞ്ഞു. എല്ലാത്തിലും കച്ചവടം കലർന്നു കഴിഞ്ഞു ചേച്ചി. ഇപ്പം അതിനപ്പുറം ഒന്നുമില്ലല്ലോ. ഇപ്പം മുൻപ് മണ്ണിൽ ചേർത്ത് കുഴച്ച ദേവി വിഗ്രഹങ്ങൾ തന്നെ വിറ്റുകൊണ്ടിരുന്ന അവിടുത്തെ മനുഷ്യർ തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസും എല്ലാം യൂസ് ചെയ്ത് തുടങ്ങി. കാരണം കസ്റ്റമേഴ്സിന് അത് മതി, പൊട്ടാത്ത വിഗ്രഹം മതി. അപ്പം ഇതെല്ലാം അതായത് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അവരുടെയും ഉദ്യമം. എന്നാലേ അവരുടെ വീട് കഴിഞ്ഞു പോകത്തുള്ളൂ. അപ്പം തനതായ കാര്യങ്ങൾ വേണം എന്നൊരു വാശി കസ്റ്റമർ പിടിക്കാത്തടത്തോളം കാലം, കൺവീനിയൻസിനാണ് കസ്റ്റമർ ഊന്നൽ കൂടുതൽ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിലോട്ട് സൃഷ്ടിക്കുന്ന വ്യക്തിയും പോകത്തുള്ളല്ലോ. ഹലോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് നോർത്ത് ഈസ്റ്റിൽ ഒരു കോൺഫറൻസിന് പോയി. അപ്പോൾ വൈകിട്ട് ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടൊരു കാഴ്ച, ഒരു ഉച്ച കഴിഞ്ഞ നേരത്താണ് ഷോപ്പിങ്ങിന് പോകുന്നത്. പ്രായമായ ഒരു സ്ത്രീ ക്യാരറ്റ് വിൽക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ആകെ 2 കെട്ട് ക്യാരറ്റേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ ഫ്രണ്ടിന് മഹേഷിന് സങ്കടം വന്നിട്ട് അപ്പം ആ 2 കെട്ട് ക്യാരറ്റ് വാങ്ങാനായിട്ട് ആ അമ്മയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അമ്മ പറഞ്ഞില്ല, ഞാനിപ്പോൾ വിൽക്കുന്നില്ല. അപ്പോൾ ഇവന് വളരെ കൗതുകം തോന്നി. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇത് രണ്ടും വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഞാൻ വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഇതാരെങ്കിലും വാങ്ങും. അതായത് അവർക്ക് ആ കച്ചവടം ലാഭം ഉണ്ടാക്കാനല്ല,
സർവൈവലിന് മാത്രമാണ്. അപ്പം എല്ലാ കച്ചവടങ്ങളിലും ലാഭം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമല്ല, സർവൈവലിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ട്രേഡുകൾ, അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ ഗൗരി കണ്ടിട്ടുണ്ട്. ഞാനത് റീൽസിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ടൈൽസ് ഉണ്ടാക്കുന്നത്, അതേപോലെ ഫിറോസാബാദിലാണെന്ന് തോന്നുന്നു ബാങ്കിൾ ഓൾമോസ്റ്റ് 2000 ഫാക്ടറീസ്, 5 ലക്ഷം ആൾക്കാർ വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസസ്, അങ്ങനത്തെ കാഴ്ചകളെ പറ്റി ഒന്ന് സംസാരിക്കും. എനിക്ക് തോന്നുന്നു ഒരു സർവൈവലിനപ്പുറം ഇപ്പോൾ ഈ ചേച്ചി പറഞ്ഞൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവരുടെ നേരം പോക്കായിട്ടും കൂടി ഇതിനെ കാണുന്നുള്ളൂ. എനിക്കൊന്ന് നേരം പോക്കായിട്ട് കൂടുതലും കാണുന്നത് പ്രായമായ വ്യക്തികളാണ് കച്ചവടത്തിന്. നമ്മൾ കൊൽക്കത്തയിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയുന്നൊരു കാഴ്ചയാണ്, ചുമ്മാ 1-2 പ്രോഡക്റ്റ് വെച്ച് ഒരു മാടക്കട പോലെ ഇവർ തുറന്നു വെച്ചിരിക്കും. അകത്തിരുന്ന് ഈ മനുഷ്യനിരുന്ന് നല്ലപോലെ പുസ്തകം വായിക്കുകയായിരിക്കും. അയാൾ വെറുതെ കട തുറന്നിരിക്കുന്ന, അയാൾക്ക് വീട്ടിലിരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ്. അപ്പം ഇത്തരത്തിൽ ഈ കച്ചവടത്തിൻ്റെ പല ഫേസുകൾ നമ്മൾ സത്യം പറഞ്ഞാൽ കാണും. ഫിറോസാബാദിൽ നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ചൂഷണമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതായത് കുഞ്ഞുങ്ങൾ 5-6 വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ഉച്ച തിരിഞ്ഞിട്ട് ഈ ഫാക്ടറികളിൽ വരാറുണ്ട്. ഈ വളകൾക്ക് പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ ഈ കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് 70 രൂപയാണ് അന്നത്തെ കൂലി എന്ന് പറയുന്നത്. ഈ 70 രൂപയ്ക്കാണ് ഫോർ എ ഡേ. ഇവർ 6 മണിക്കൂർ പണിയെടുത്താൽ ഇവർക്ക് കിട്ടുന്നത് 70 രൂപയാണ്. ഈ 70 രൂപയുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞു പോകാമല്ലോ എന്ന് കരുതിയിട്ട് ഈ കുഞ്ഞുങ്ങളെ പണിക്ക് വിടുന്ന അച്ഛനും അമ്മയും ഉണ്ട്. 5-6 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, വളരെ നമുക്ക് ഹൃദയഭേദകമായൊരു കാഴ്ചയാണ്. അതേപോലെ വീട്ടിലെ ഹൗസ് വൈഫുകൾ ഈ വള ഇങ്ങനെ വളയ്ക്കുന്ന, അതായത് വട്ടത്തിലാക്കി വളച്ചെടുത്തിട്ട് അത് മുറിച്ചിട്ട് പിന്നെ ജോയിൻ ചെയ്യുകയാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ജോയിൻ ചെയ്യുന്നത് സ്ത്രീകളാണ്. മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് ഇവരിതെങ്കിലും ചെയ്യുന്നത്. ഇവർക്കും 70 രൂപയാണ് കിട്ടുന്നത്. അതായത് സമൂഹത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടതെന്ന് വിശ്വസിക്കുന്ന 2 കാറ്റഗറി, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, ഈ 2 പേർക്കും തുച്ഛമായ വേതനമാണ് കിട്ടുന്നത്. മണിക്കൂറുകളോളം നമ്മൾ ഈ ചുള എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഈ ഫാക്ടറികളുടെ അകത്ത് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കും നമ്മളങ്ങ് വേവും. ഈ വെന്ത് അവിടെ പണിയെടുക്കുന്ന പുരുഷന്മാർക്ക് കിട്ടുന്നത് ദിവസം ഒരു 400 തൊട്ട് 600 രൂപയാണ് കിട്ടുന്നത്. പേ ഡിസ്പാരിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കരമായിട്ട് ഫിറോസാബാദിലുണ്ട്. അത് കോമ്പറ്റീഷൻ അത്രയ്ക്ക് ഉള്ളത് കൊണ്ടുമാണ്. അത്രയധികം ഫാക്ടറികളുണ്ട്, അത്രയധികം ജോലിക്കാരെയും കിട്ടാനുണ്ട്. നമ്മുടെ വളകൾ വളരെ തുച്ഛമായിട്ടുമാണ് അവിടെ കിട്ടുന്നത്. അതായത് 2 ഡസൻ വളയ്ക്കൊക്കെ 7 രൂപ ആ നിരക്കിലാണ്. നമ്മുടെ ഇവിടെ വരുമ്പോൾ 50-100 രൂപ വരുന്ന, 1 ഡസൻ വളയ്ക്ക് 50-100 രൂപ വില വരുന്ന വള അവിടെ നമ്മൾ 7 രൂപയ്ക്കും 14 രൂപയ്ക്കൊക്കെയാണ് വാങ്ങുന്നത് 2 ഡസൻ. അപ്പം ഇത്തരത്തിൽ തുച്ഛമായിട്ട് കസ്റ്റമറിന് മുമ്പിൽ അത് എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേ ഡിസ്പാരിറ്റി ഇവിടെ വന്നേ പറ്റൂ. അപ്പം നമ്മൾ പലപ്പോഴും ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നു, അല്ലെങ്കിൽ വളരെയധികം മെനക്കേട്, ഇതിൻ്റെ പുറകിൽ ഒരുപാട് ഹ്യൂമൻ ലേബർ ഉള്ളൊരു കാര്യം വളരെ ചീപ്പായ നിരക്കിൽ നമ്മുടെ കയ്യിൽ അത് എത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയുക അതിന് പിന്നിലൊരു ചൂഷണമുണ്ട്. അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ തനതായിട്ടുള്ള പ്രോഡക്ട്സ് മെനക്കെട്ട് പണിയെടുക്കുന്ന വ്യക്തികൾ പറയുന്ന വില കൊടുത്ത് അത് വാങ്ങുന്നതാണ് മനസാക്ഷിക്ക് നിരക്കുന്നതെന്നേ ഞാൻ പറയൂ. ഗൗരിയുടെ പല റീൽസിലും ഇതേപോലെ ട്രേഡേഴ്സുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ അവസാനം ഗൗരി അവസാനിപ്പിക്കുക, പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യാൻ പോകരുത്. കാരണം അവരുടെ അധ്വാനത്തിൻ്റെ എത്രയോ കുറവാണ് ശരിക്കും ആ ഒരു പ്രോഡക്റ്റിനുള്ള വാല്യൂ. ഇപ്പം എനിക്കറിയാം, എൻ്റെ പല കുട്ടികളും വീക്കെൻഡ്സ് പല ജോലിക്കും പോകുന്നതാണ്. ഇപ്പം എൻ്റെ സെക്കൻഡ് ഇയർ ബികോമിലെ കുട്ടികൾ 6 മണിക്കൂർ ജോലി ചെയ്യുമ്പം 1 മണിക്കൂറിന് 50 വെച്ചിട്ട് 300 രൂപയാണ് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അയ്യോ അത് എത്ര കുറവാണ്, ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും ചെറിയ രൂപയാണോ കിട്ടുന്നത്, വേതനമാണോ കിട്ടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ദിവസം മുഴുവൻ പണിയെടുത്തിട്ട് 70 രൂപ കിട്ടുന്ന സാഹചര്യം പറയുമ്പോൾ ഈ ഒരു ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലുള്ള ആ പേ ഡിസ്പാരിറ്റി എത്രത്തോളം തീവ്രമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമയിൽ അത് മഞ്ജു വാര്യറിൻ്റെ തിരിച്ച് വരവ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യപ്പെട്ട സിനിമയാണ്. അതിനകത്തൊരു രംഗമുണ്ട്. ഒരു വ്യവസായിയുടെ മകളുടെ വിവാഹത്തിന് പച്ചക്കറി സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ്, അവർ ഓർഡർ കിട്ടുമ്പോൾ തനിക്കതൊരിക്കലും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയിൽ അതിനോട് നോ പറയാനായിട്ട് തീരുമാനിച്ച് വീടിൻ്റെ ടെറസിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന മഞ്ജു വാര്യർ കാലത്തെഴുന്നേറ്റ് ആ വ്യവസായിയെ വിളിക്കുകയാണ്, നോ പറയാനായിട്ട് വിളിക്കുകയാണ്. പക്ഷേ ആ നോ പറയാനായിട്ട് ഫോൺ എടുത്ത് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ വീടിന് ചുറ്റുമുള്ള പല വീടുകളിലെ ടെറസുകളാണ്. ആ ഒരു മൊമെൻ്റാണ് ഐഡിയ ആയിട്ട് മഞ്ജു വാര്യർക്ക് അതിനകത്ത് നിരുപമ എന്ന് പറയുന്ന കഥാപാത്രത്തിന് കിട്ടുന്നത്. അതായത് എൻ്റെ വീട്ടിലെ ടെറസിൽ കൃഷി ചെയ്യുന്നത് പോലെ ഈ നെയ്ബർഹുഡിലെ ടെറസുകളിൽ കൃഷി ചെയ്താൽ
ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ആ നീഡ് അല്ലെങ്കിൽ ആ ഒരു സപ്ലൈ കൊടുക്കാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ വ്യവസായിയോട്, ദേവനാണെന്ന് തോന്നുന്നു കഥാപാത്രം അവതരിപ്പിക്കുന്നത്, ഞാൻ ആ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ഞാൻ ആ സപ്ലൈ നടത്താൻ തയ്യാറാണെന്ന് പറയുന്നത്. അപ്പോൾ ഗൗരിയുടെ ഈ യാത്രയിൽ ഇവിടെ കേരളത്തിൽ തുടങ്ങിയാൽ വിജയിക്കും എന്നുള്ള രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള കച്ചവടങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ആശയങ്ങളോ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുമോ? ഇപ്പോൾ കച്ചവടങ്ങൾക്കപ്പുറം കേരളത്തിൽ നല്ല രീതിയിൽ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു അന്താരാഷ്ട്ര തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സഞ്ചാരികൾക്ക് താല്പര്യമുള്ളത് ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ആ ഒരു പ്രോസസ്സ് അറിയാനായിട്ട് മിക്കവർക്കും താല്പര്യമാണ്. ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ട വിധത്തിൽ നമുക്ക് സാധിക്കാറില്ല എന്നാണ്. ഇപ്പം ക്ലൂക്ക്, ഗെറ്റ് യുവർ ഗൈഡ് എന്നൊക്കെ പറഞ്ഞ ഓരോ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ആപ്പുകളുണ്ട്. ഈ ആപ്പുകളിൽ നമ്മൾ കേരള എന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആകെ വരുന്നത് ഹൗസ് ബോട്ടും കഥകളിയും മാത്രമാണ്. ഈ ഹൗസ് ബോട്ടിനും കഥകളിക്കും അപ്പുറം സത്യം പറഞ്ഞാൽ എന്തുമാത്രം കാര്യങ്ങൾ കേരളത്തിലുണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നതായിട്ട്. ഇപ്പം വെറുതെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് കുക്കിംഗ് ക്ലാസ്സുകൾ നടത്താം. ഈ തായ്ലൻഡിലൊക്കെ ഒരു കുക്കിംഗ് ക്ലാസ്സിന് 2000-3000 രൂപയാണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. ഒന്നുമില്ല, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് 1-2 ഡിഷസ് ഇവരെ ഉണ്ടാക്കി കാണിച്ചു തരും. അതിനാണ് ഈ 2000 രൂപ ഒരു വ്യക്തിയിൽ നിന്ന് ഇവർ ഈടാക്കുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏതൊക്കെ രീതിയിൽ പാചകം ചെയ്യുന്നവരുമാണ്. അപ്പോൾ ഈ കുക്കിംഗ് ക്ലാസ്സുകൾ പോലൊരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ളൊരു ഒരു സംഭവം ഈ ക്ലൂക്കിലോ അല്ലെങ്കിൽ ഗെറ്റ് യുവർ ഗൈഡിലോ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ടൂറിസ്റ്റുകൾ വരും, കസ്റ്റമേഴ്സ് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞാനിത് ആകെ കേരളത്തിൽ കണ്ടിരിക്കുന്ന കോഴിക്കോടാണ് കേട്ടോ. നമ്മുടെ മാർക്കറ്റിനടുത്തുണ്ടത് കരിക്കിൻ്റെ പ്രോഡക്ട്സ്, ഇളനീർ പുഡിങ്ങും ഇളനീർ ജ്യൂസും ഇളനീർ ഷേക്കും അങ്ങനെ പല വിധത്തിലുള്ള പ്രോഡക്ട്സ്. ഒരു കുഞ്ഞു കടയാണ്, കടയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വിപുലീകരിച്ച വേർഷനാണ് ടുക്കീസ് എന്നും പറഞ്ഞ് ബാലിയിൽ ഒരു കട കണ്ടു. അതായത് അതേ കരിക്കാണ്, നമ്മുടെ കരിക്കിൻ്റെ അത്രയും പോലും മധുരം ഇല്ല. പക്ഷേ ഈ കരിക്കിൽ ഇവർ ഐസ്ക്രീം ഉണ്ടാക്കുന്നു, ഇവർ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നു. ആ കടയുടെ USP എന്ന് പറയുന്ന കരിക്കിൻ്റെ പ്രോഡക്ട്സ് മാത്രം വെച്ചാണ്, കരിക്കിൽ നിന്ന് അവരൊരു 50 ഐറ്റത്തിൻ്റെ മെനു അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇവിടെ തേങ്ങയോളം സുലഭമായിട്ട് മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സംരംഭം കേരളത്തിൽ നല്ല രീതിയിൽ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പം ഞാൻ പോയ ആ ഒരു കട എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കടയാണ്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ വളരെ കുറവാണ്, വളരെ ചെറിയൊരു നിരക്കിലാണിത് വിറ്റുപോകുന്നത്. അതിനപ്പുറം ഇതിനെ ഒരു അല്പം കൂടെ ഒരു പ്രീമിയം രീതിയിൽ ഒന്ന് കൺസെപ്ച്വലൈസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മനുഷ്യരതിൽ ആകൃഷ്ടരാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കഥകളിക്കോപ്പ് നിർമ്മാണം, ഈ ഷൊർണൂർ ആ ഭാഗത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 1-2 കുടുംബങ്ങൾ അത് നടത്തി കൊണ്ടുവരാറുള്ളത്. ഈ കഥകളിക്ക് ഉപയോഗിക്കുന്ന കോപ്പുകളുടെ എല്ലാം നിർമ്മാണം ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നവർ. അപ്പോൾ ഇവരുടെ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് ആരാന്ന് പറഞ്ഞാൽ കേരള കലാമണ്ഡലം കാണാൻ വരുന്ന വിദേശികളെ ആരെങ്കിലും ഈ പാട്ടിലാക്കി കൊണ്ടുവരും. എന്നിട്ട് ഇവരെ ഇത് മുഴുവൻ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഈ കൊണ്ടുവന്ന ഇടനിലക്കാരൻ ഇവരുടെ കയ്യിൽ നിന്നൊരു തുക മേടിക്കും. ഇതിൻ്റെ 100-1 പോലും ഈ കോപ്പ് നിർമ്മാണത്തിൽ ഇരിക്കുന്ന ആ വ്യക്തികൾ, മെനക്കെടുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു ലാഭവും കിട്ടുന്നില്ല. ഇടനിലക്കാരെ ഒഴിവാക്കി ഡയറക്റ്റായിട്ടുള്ള കസ്റ്റമർ ഡീലിങ്സ് ഈ ക്ലൂക്ക് പോലത്തെ ആപ്പുകൾ വഴി ഓപ്പണായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിന് ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് അത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ തോൽപ്പാവക്കൂത്തുണ്ട്, നമ്മുടെ തെയ്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്പേസിന് ഭംഗം വരാത്ത രീതിയിൽ ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ധാരാളം എക്സ്പീരിയൻസുകൾക്ക് സാധിക്കും. കോഴിക്കോട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ച് ചെറുപ്പക്കാരെ ഹെറിറ്റേജ് ടൂറിസം കൊണ്ടുവന്നിട്ടുണ്ട്. ഹെറിറ്റേജ് വാക്ക് എന്നും പറഞ്ഞ് അത് രാവിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയും കൊണ്ട് കോഴിക്കോട്ടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം പോയി അവിടുത്തെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇപ്പം ഹെറിറ്റേജ് വാക്കുകൾ കോഴിക്കോട് നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഫുഡ് വാക്കുകൾ, കുറേ ഫേമസ് ആയിട്ടുള്ള പഴയ കുറേ കടകളിൽ പോയി ഇവരെയും കൊണ്ടുപോയി ഇരുന്ന് അവിടുത്തെ ഭക്ഷണം കഴിച്ച് ഇതൊക്കെ നല്ല ലാഭമുള്ള ബിസിനസ്സുകളാണ്. അപ്പം നമ്മളുടെ ആ ഒരു പരിമിതമായ രീതിയിൽ മാത്രം ചിന്തിക്കാതെ ടെക്നോളജിയുടെ കൂട്ടുപിടിച്ച് ധാരാളം വരുമാന മാർഗ്ഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇനി നമുക്കൊരു 3-4 മിനിറ്റേ ഉള്ളൂ. ഈ യാത്രകളെല്ലാം ചെയ്തിട്ട് ഗൗരിക്കുണ്ടായ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താണ്?
തിരിച്ചറിവ് എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവെന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും മോശമല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു ബ്രെയിൻ വാഷിങ്ങിലാണ് നമ്മൾ പെൺകുട്ടികൾ കൊച്ചിൽ തൊട്ടേ വളർന്നു വരുന്നത്. അതായത് നമുക്ക് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാകും, നമ്മൾ യാത്ര ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ചൂഷണം ചെയ്യാൻ ധാരാളം വ്യക്തികളുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കൊരു സിക്സ്ത് സെൻസ് ഉണ്ട്, നമുക്ക് കോമൺ സെൻസ് ഉണ്ട്, നമുക്ക് ലോജിക്കുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കോളേജ് വരെ വരാനായിട്ട് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന അപകടങ്ങളെ നമ്മളൊരു പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ വാരണസിയിലോ അല്ലെങ്കിൽ മൂന്നാറോ പോയാലും വരാനുള്ളൂ. അപ്പം ഇതിനെ ഡീൽ ചെയ്യാൻ നമ്മൾ പര്യാപ്തരാണ്. അതിനപ്പുറം ഒറ്റയ്ക്കൊരു പെൺകുട്ടി ഇറങ്ങുമ്പോൾ അതിനെ മോശം രീതിയിൽ കാണാതെ സഹായിക്കാനാണ് കൂടുതലും മനുഷ്യർ ഈ ലോകത്തുള്ളതെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായത് യാത്ര പോയി തുടങ്ങിയതിന് ശേഷമാണ്. നമ്മുടെ വീട്ടിനുള്ളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെ നമ്മൾ പുറത്തോട്ടിറങ്ങിയാലും ഉണ്ടാകാനുള്ളൂ. അതിനപ്പുറം ഒന്നും സംഭവിക്കാനില്ല. രണ്ടാമത്തെ കാര്യം, എത്ര തന്നെ വ്യത്യസ്തരാണ് മനുഷ്യരെന്ന് പറഞ്ഞാലും, നമ്മൾ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും എത്ര തന്നെ വ്യത്യസ്തരാണെന്ന് പറഞ്ഞാലും ശരി, അതിനെല്ലാം അപ്പുറം മനുഷ്യർക്ക് ഒരുപാട് സമാനതകളുണ്ട്. പല രാജ്യങ്ങളിൽ പോയാലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലെത്തിയാലും എന്ത് തന്നെയായാലും മനുഷ്യരെല്ലായിടത്തും ബേസിക്കലി ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ ഈ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഗൗരിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ചോദ്യത്തിനുള്ള സമയമുണ്ട്. സോ മാം ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതിൽ മറക്കാനാവാത്ത ഒരു യാത്രാനുഭവം മറക്കാനാകാത്ത യാത്രാനുഭവം തീർച്ചയായിട്ടും അത് മനുഷ്യരുടെ വാംത്ത് തന്നെയാണ്. അതായത് ഇപ്പം ഈ അടുത്തിടയ്ക്ക് ഞാൻ ബീഹാറിൽ പോകുന്നതിന് മുൻപ് ഈ പറഞ്ഞ പോലെ ഒരുപാട് വാർണിങ്സ് എനിക്ക് പലയിടത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് സുരക്ഷിതമല്ല, നിന്ന നിപ്പിന് പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്, അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ബീഹാറിനെ കുറിച്ച് പുറം ലോകത്തിനുണ്ട്. പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് ഉണ്ടായ ഒരു സ്ഥലമാണ് ബീഹാർ. സത്യം പറഞ്ഞാൽ ഇനിയും കൂടുതൽ ടൂറിസ്റ്റുകൾ അവിടെ വരണേ എന്നൊരു പ്രാർത്ഥനയോടെയാണ് ഞാൻ അവിടുന്ന് മടങ്ങിയത്. ഞാൻ ഒരു 2-3 ദിവസം ഞാൻ പാട്നയിൽ നിന്നപ്പോൾ ഒരു ദിവസം പോലും എൻ്റെ ഭക്ഷണത്തിന് എനിക്ക് പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് ഞാൻ കേരളത്തിൽ നിന്നാണ് വന്നതെന്ന് അറിയുമ്പോൾ തന്നെ, അത് ഇത്രയും ദൂരത്തെ ഒരു പെൺകുട്ടി വന്നു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അവിടുത്തെ കടക്കാരൻ നമ്മുടെ നിന്ന് പൈസ വാങ്ങില്ല, പൈസ റെഫ്യൂസ് ചെയ്ത്, വേണ്ട നിങ്ങൾ തരണ്ട, ഞങ്ങളുടെ ഗസ്റ്റാണ് എന്നുള്ള രീതിയിൽ ബീഹാർ പോലെ, അതായത് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രജുഡ്യൂസുകൾ, നമ്മൾ ഇന്ത്യയിൽ തന്നെ എനിക്കൊന്ന് റേഷ്യൽ പ്രൊഫൈലിംഗ് അനുഭവിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളാണ് ബിഹാരികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുച്ഛിച്ച് പലപ്പോഴും പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം അപ്പുറം വളരെയധികം ഡിഗ്നിറ്റിയുള്ള, വളരെയധികം വാമായിട്ടുള്ള മനുഷ്യരുള്ളൊരു സ്ഥലമാണ് ബീഹാറെന്ന് അറിഞ്ഞതാണ് എനിക്ക് ഈ അടുത്തിടയ്ക്കുണ്ടായ ഏറ്റവും മനോഹരമായൊരു യാത്രാനുഭവം എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. എൻ്റെ ഏറ്റവും വാമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ ഹ്യൂമൻ ഇൻട്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പല സ്ഥലങ്ങളും ഈ പറഞ്ഞ പോലെ പോകുമ്പോൾ അവിടുത്തെ വ്യക്തികൾ എത്ര നല്ലവരാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മുടെ സെഷൻ അവസാനിപ്പിക്കേണ്ടുന്ന സമയമായി. ഞങ്ങളോട് ഹൃദയത്തിൽ നിന്നും സംസാരിച്ച ഗൗരിക്ക് ഏറെ സ്നേഹം. ക്ഷമയോടെ കേട്ടിരുന്ന, ഇടപെടലുകൾ നടത്തിയ എല്ലാവർക്കും സ്നേഹം. താങ്ക് യു.